പല സ്ഥാപനങ്ങളിലും പല സന്ദർഭങ്ങളിലും അവധി ലഭിക്കാറുണ്ട്. ആരെങ്കിലും ബഹുമാനപ്പെട്ടവർ മരിച്ചാൽ നമുക്ക് പൊതു അവധി ലഭിക്കും. പക്ഷേ കുടുംബത്തിലൊരു മരണം നടന്നാൽ അവിടെ ഏറ്റവും ദുഃഖസാന്ദ്രമായ തിരക്കുകളായിരിക്കും. ഇനി ഒരു സന്തോഷമുണ്ടെങ്കിലും ആ കുടുംബത്തിന് തിരക്കായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അവധി ഒരിക്കലും കിട്ടാത്ത ഈ മഹത്തായ സ്ഥാപനത്തിൽ എന്നും സമാധാനം, ശാന്തി, സ്വസ്ഥത അത് നിലനിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മിലതുണ്ടാകണമെന്നാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ച ജഗന്തി എന്ന അവായ അള്ളാഹു ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ സമാധാന ജീവിതം എവിടെയാണെന്ന് ചോദിച്ചാൽ അതവൻ്റെ കുടുംബജീവിതത്തിലാണ്. അവൻ്റെ വൈവാഹിക ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖവും സ്വസ്ഥതയുമാണ് ഒരു മനുഷ്യൻ്റെ സമാധാനം. നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് ഈ സമാധാനം നമ്മുടെ വീടകങ്ങളിൽ നിന്ന് തന്നെയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി വന്നാലും എത്ര നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടാലും എത്ര അനുഭവങ്ങളും അനുഭൂതികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നമ്മൾ അവസാനം ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നത് നമ്മുടെ വീടകങ്ങളിൽ എത്തുമ്പോൾ മാത്രമാണ്. ഒക്കെയും കണ്ട് മടങ്ങുമ്പോഴാണല്ലോ മക്കളെ നിങ്ങൾ അറിഞ്ഞിടുന്നു, നാടായ നാടൊക്കെ കണ്ടുവെന്നാകിലും വീടാണ് ലോകം, വലിയ ലോകം. മനുഷ്യരായ നമ്മുടെ ഏറ്റവും വലിയ ലോകം നമ്മുടെ വീടകങ്ങൾ തന്നെയാണ്. അതിനാൽ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. പരിമിതമായ ഈ സമയത്തിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ സഹോദരീ സഹോദരന്മാരുടെ മുമ്പാകെ എനിക്ക് വെക്കാനുള്ളത്. കുടുംബജീവിതത്തിന് നമുക്ക് മാതൃക കാണിച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്ന് കടന്നുപോയത്. വിശുദ്ധ ഖുർആനിൻ്റെ സവിശേഷത നമ്മുടെ ജീവിതത്തിൻ്റെ ഏതേതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയും വിശദീകരിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ രക്ഷാകവചമായ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് അത് എന്നതാണ്. ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു അനുഗ്രഹം ഇനി വേറെ ലഭിക്കാനില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. കുടുംബജീവിതം അതാരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് തുടക്കം കുറിക്കുന്നത് തന്നെ വിവാഹത്തോടു കൂടിയാണ്. ഇസ്ലാം ഏറ്റവും പവിത്രമായ പുണ്യം നിറഞ്ഞ ഒരു കർമ്മമായിക്കൊണ്ടാണ് വിവാഹത്തെ കാണുന്നത്. വിവാഹിതരാകുന്ന വ്യക്തികൾ തമ്മിൽ ഉണ്ടാകേണ്ട ചേർച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആദർശപ്പൊരുത്തമാണ്. അതാണ് റസൂല് പറഞ്ഞത്, ഫൾഫർ ബിദാത്തിദ്ദീൻ. ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇണയെ, ഒരു പുരുഷൻ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ പ്രഥമമായ പരിഗണന നൽകേണ്ടത് ദീനിനാണ്, ആദർശത്തിനാണ്, ധർമ്മനിഷ്ഠക്കാണ്, മതബോധത്തിനാണ്. ഈ ഒരു ആദർശത്തിൻ്റെ അടിത്തറയിൽ നിന്ന് തുടങ്ങേണ്ടതാണ് കുടുംബം എന്ന വിശുദ്ധമായ ഈ സ്ഥാപനം. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, ജീവിതം എന്തിനാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തിക്കൊണ്ട് ക്ഷണികവും നൈമിഷികവുമായ
ഈ ജീവിതത്തിന് ശേഷം അനശ്വരമായ മറ്റൊരു ജീവിതമുണ്ട്. അവിടെയാണ് യഥാർത്ഥ സുഖവും ആനന്ദവും നമുക്ക് ലഭിക്കേണ്ടത് എന്ന വിശുദ്ധമായ ഈ നിരീക്ഷണവും കാഴ്ചപ്പാടും അതാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ ക്യാപ്ഷൻ കുടുംബം സ്വർഗ കവാടമെന്നാണ്. എന്ന് പറഞ്ഞാൽ കവാടം സ്വർഗത്തിൻ്റെ ഭാഗമാണല്ലോ. നമ്മുടെ വീടിൻ്റെ ഭാഗമാണ് നമ്മുടെ വീടിൻ്റെ കവാടം. അപ്പോൾ സ്വർഗം കുടുംബമായി തീരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ തന്നെ സ്വർഗീയത അനുഭവിക്കുന്നൊരവസ്ഥ ഉണ്ടാകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് നമുക്ക് മാതൃകയായി കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ കുടുംബജീവിതം തന്നെ സ്വർഗീയമായ അനുഭൂതികളാൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായിത്തീരേണ്ടതെന്നാണ്. അത് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു സമ്മാനമാണത്. ഖുർആൻ സൂറ അൻ-നഹ്ലിൽ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയിന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, സ്ത്രീയും പുരുഷനും ചേർന്നുള്ളതാണ് ഇണജീവിതം. ആ ജീവിതമാണ് കുടുംബജീവിതം. അങ്ങനെ വിശ്വാസത്തോടുകൂടി അവർ സൽക്കർമ്മ നിരതരാവുകയാണെങ്കിൽ നാം അവരെ ജീവിപ്പിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. നാം അവർക്ക് നൽകും ഫലനുഹയിന്നഹു ഹയാത്തൻ ത്വയ്യിബ, ഹയാത്തൻ റാളിയത്തൻ മർളിയ, പരസ്പരം തൃപ്തിപ്പെടുന്ന, സംതൃപ്തിയടയുന്ന, സംപ്രീതമായ ഒരു അനുഗ്രഹീത ജീവിതം ഈ ദുനിയാവിൽ തന്നെ നാം അവർക്ക് നൽകും. അതിന് പുറമെയാണ് സ്വർഗം. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ ചെയ്ത സുകൃതങ്ങൾക്ക് അതിരും എതിരുമില്ലാതെ സ്വർഗീയ സുഖാനന്ദങ്ങൾ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ള ഈ സ്വർഗീയ ജീവിതം ശരിക്ക് കുടുംബത്തിൽ വെച്ച് തന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെന്നാണ്. അതെങ്ങനെ സാധിക്കും? ലളിതമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. വിശ്വാസത്തിൽ അധിഷ്ഠിതമായി, ആദർശബന്ധിതമായി, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ പകർത്തിക്കൊണ്ട്, പ്രവാചക പാഠങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ ഈ സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്നാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഭൗതികമായ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ധാരാളം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനും റസൂലുള്ളാഹി തന്നെയാണ് മാതൃക. ഇപ്പം നമ്മുടെയൊക്കെ വീടകങ്ങൾ, അതിലെ സൗകര്യങ്ങൾ, അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഏതൊക്കെ രീതിയിലാണ് നമ്മളത് സംവിധാനിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇവിടെ കൂടിയ ഓരോരുത്തരുടെയും വീടുകളെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. ഇനിയും സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടാകും. ഉള്ള സൗകര്യങ്ങൾ തന്നെ അമിതമായതുണ്ടാകും. പക്ഷേ ഭൗതികമായ ഈ സുഖ സൗകര്യങ്ങളിലല്ല മനുഷ്യന് തൃപ്തിയും സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ലഭിക്കുന്നത്. നേരെ മറിച്ച് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചത് പോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച വീടുകൾ, അതിനെക്കുറിച്ച് ഖുർആനിൽ പറയുന്നത് അത് വെറും മുറികളായിരുന്നു എന്നാണ്. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായം അൽ ഹുജറാത്ത് എന്നാണ്.
മുറികൾ, അറകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ ഭക്തിമാർ താമസിച്ചിരുന്ന വീടകങ്ങൾ പള്ളിക്ക് ചുറ്റും വളരെ ലളിതമായി വൃത്തിയോടും വെടിപ്പോടും കൂടി ഒരുക്കിയിരുന്ന ഈ അറകളായിരുന്നു. അതിൽ ഏറ്റവും സൗകര്യമുള്ള വീടാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്. ആ വീട് ഒരിക്കലും പൊളിക്കപ്പെടാതെ, ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടാതെ ഇന്നും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കാണാൻ മസ്ജിദുൻ നബവിയുടെ ചാരെ അതുണ്ട്. ആ വീട്ടിലാണ് ഈ ലോകത്തിന് എന്താണ് സന്മാർഗമെന്ന് പഠിപ്പിച്ചു കൊടുത്ത ലോകൈക ഗുരുവായ കാരുണ്യത്തിന്റെ പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ വീട്ടിലാണ് തൻ്റെ സഹപ്രവർത്തകരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വീടിനൊരു കവാടമുണ്ട്, ബാബു ജിബ്രീൽ എന്നാണ് അതിൻ്റെ പേര്. ആ വീടിന് മറ്റൊരു പേരുണ്ട്, ബൈത്തുൻ നുബുവ എന്നാണ് അതിൻ്റെ പേര്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദൈവിക സന്ദേശവുമായി ജിബ്രീൽ അലൈഹിസ്സലാം ആ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ വീട്ടിൽ വെച്ച് റസൂലിന് വഹി ലഭിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ പരിമിതമായ സൗകര്യങ്ങളിൽ ഒരു മുറിയാണ്. നമ്മുടെ വീട്ടിൽ സ്വീകരിക്കാൻ വേണ്ടി സ്വീകരണ മുറി പ്രത്യേകമുണ്ട്. അവിടെ അങ്ങനെ ഒരു പ്രത്യേക മുറിയില്ല. വിരുന്നുകാർ പ്രവാചകനെ കാണാൻ വേണ്ടി വരുമ്പോൾ അവിടെയുള്ള നല്ല ഒരു വിരിപ്പ് മുന്നിൽ വിരിച്ചു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയിട്ടുള്ള ഹദിയയായി കിട്ടിയിട്ടുള്ള തലയണകൾ അവരുടെ മുമ്പിൽ വെച്ചു കൊടുക്കുമെന്നാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പലരും പാരിതോഷികം കൊടുക്കും. പ്രധാനപ്പെട്ട പാരിതോഷികങ്ങൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റസൂലിന് തലയണയുണ്ടാക്കി കൊടുക്കും, പ്രവാചകന് പാല് കൊടുക്കും. പാല് അങ്ങനെ തന്നെയും വെള്ളം കലർത്തി ഡയലൂട്ടാക്കിയും റസൂല് കുടിക്കും. പ്രവാചകന് സുഗന്ധങ്ങൾ കൊടുക്കും. പ്രവാചകന് അത് ഇഷ്ടമായിരുന്നു. ഇതൊന്നും റസൂല് മറ്റുള്ളവർക്ക് അങ്ങനെ തിരിച്ചു കൊടുക്കാറുണ്ടായിരുന്നില്ല. തലേണുണ്ടെങ്കിൽ അവിടെ വെക്കും, വിരുന്നുകാർ വന്നാൽ കൊടുക്കാനേ, ഇരിക്കാൻ. പരിമിതമായ ഈ സൗകര്യത്തിൽ റസൂൽ തൻ്റെ സ്വീകരണ മുറി അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊരുക്കുകയാണ്. ആ ഒരു മുറിയുടെ മൂലയിലാണ് അവരുടെ അടുക്കള. വലിയ സൗകര്യങ്ങളൊന്നുമില്ല. പ്രവാചകന്റെ വീട്ടിൽ സ്റ്റോർ റൂമില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. അടുക്കളയുടെ തൊട്ടപ്പുറത്ത് തന്നെ സ്റ്റോർ ചെയ്തു വെക്കാനുള്ള മുറിയുണ്ട്. എത്ര കാലത്തിനാണ് തിന്നാനുള്ളത് നമ്മൾ അവിടെ ഒരുക്കി വെക്കുന്നത്? പ്രവാചകന്റെ ആ പരിമിതമായ ജീവിതത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട് അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച്. അങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടിയിരുന്ന, പരിമിതമായ സൗകര്യത്തിനുള്ളിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആ വീടകത്തിനുള്ളിൽ വച്ചാണ് പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ സ്വർഗീയത അനുഭവിച്ചത്. ഇതാണ് സഹോദരങ്ങളെ നമ്മൾ അനുഭവിക്കേണ്ടത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു സൗഭാഗ്യവും അനുഗ്രഹവുമാണിത്. ഇത് നമ്മൾ തന്നെ ആസ്വദിക്കണം ഈ ദുനിയാവിൽ വെച്ച്. റസൂൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്നാണ് പ്രവാചകൻ തൻ്റെ പള്ളി മിമ്പറിലേക്ക് നടന്നു പോകുക. മാ ബൈന ബൈതി വ മിമ്പരി റൗളത്തും മിൻ റിയാലിൽ ജന്ന. എൻ്റെ ഈ വീടിൻ്റെയും ഞാൻ പ്രബോധനം ചെയ്യുന്ന എൻ്റെ ഈ ദീൻ മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുന്ന, പ്രഘോഷിപ്പിക്കുന്ന എൻ്റെ പ്രസംഗപീഠത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ പൂങ്കാവനങ്ങളിൽപ്പെട്ടൊരു പൂങ്കാവനമാണെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. സ്വർഗം ഇവിടെ തന്നെ പണിയാനാണ് പ്രവാചകൻ അവിടുത്തെ ജീവിതം നമുക്ക് മാതൃകയായി കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോക്കൂ, ഭൗതികതയുടെ പിന്നാലെയെല്ലാം നമ്മൾ പോകേണ്ടത് സുഖാഡംബരങ്ങളുടെ, സുഖലോലുപതകളുടെ, എത്ര കിട്ടിയാലും മതിയാകാത്ത മനസ്സുമായി പരക്കം പായുകയല്ല നമ്മൾ വേണ്ടത്.
അവിടെയും റസൂലിൻ്റെ ഒരു മാതൃകയുണ്ട്. എന്താണെന്നോ? അലൈക്കും ബിൽ ഖനാഅ, നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഫഇന്നൽ ഖനാഅ മാലുൻ ലാ യൻഫദ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ള ഈ മാനസികാവസ്ഥ എന്താണെന്നോ? ഒരിക്കലും തീർന്നു പോകാത്ത സമ്പത്താണെന്നാ റസൂൽ പറഞ്ഞത്. അൽ ഖിനാ ഖിനൻ നഫ്സ്, നിങ്ങളുടെ മനസ്സിന്റെ ഐശ്വര്യമാണ് യഥാർത്ഥ ഐശ്വര്യം. ഈ ഐശ്വര്യത്തിന്റെ പിന്നാലെയാണ് നമ്മൾ പോകേണ്ടത്. റസൂല് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണെന്നോ? അല്ലാഹുമ്മ ഖന്നിഅനി ബിമാ റസഖ്തനി, അല്ലാഹുവേ നീ എന്താണ് എനിക്ക് ഈ ദുനിയാവിൽ നൽകിയിട്ടുള്ളത്, അതുകൊണ്ട് എന്നെ മതിവരുത്തുന്ന ഒരവസ്ഥ എനിക്ക് നീ നൽകണമേന്ന്. എനിക്ക് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മാനസികാവസ്ഥ എനിക്ക് നൽകണമേ എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഈ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി നമ്മുടെ കുടുംബത്തിലെ ഈ സാമ്പത്തികമായ അച്ചടക്കം അത് നമ്മൾ പാലിക്കാൻ ഖുർആനിൻ്റെ എത്രയോ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നിലും നിങ്ങൾ വലാ തുബദ്ദിർ തബ്ദീറ, ഒരിക്കലും നിങ്ങൾ അമിതവ്യയം ചെയ്യരുത്. ഒരു കാര്യത്തിലും അമിതവ്യയം ഉണ്ടാകാൻ പാടില്ല. ഒരു മിതമായ മധ്യമമായ നിലപാടാണ് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വെച്ചു പുലർത്തേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മൾ ചെലവഴിക്കുന്ന എന്തും നമുക്ക് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലമായി ലഭിക്കുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഇദാ അൻഫഖർ റജുലു അലാ അഹ്ലിഹി നഫഖ യഹ്തസിബുഹാ ഫഹിയ ലഹു സദഖ, ഒരു വ്യക്തി തൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെലവഴിക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതി അതുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതവൻ ഒരു ധർമ്മമായി പരലോകത്ത് അള്ളാഹു നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. ഭൗതികമായി നമ്മൾ ഒരുക്കി കൊടുക്കുന്ന എല്ലാ സൗകര്യങ്ങൾക്കും അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകും. ഭൗതിക സൗകര്യങ്ങളോടൊപ്പം തന്നെ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് വേണ്ട ദീൻ, മതബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത. ഇത് നമ്മുടെ വീടകങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ടതുണ്ട്. അതിന് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുമൊക്കെ തന്നെ ഈ മതത്തിൻ്റെ നിഷ്ഠയെക്കുറിച്ച്, മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച്, മതം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച്, ഉന്നതമായ സ്വഭാവശീല ശിഷ്ടങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് മാതൃകകളായി അവരുടെ കൂടെ ജീവിക്കേണ്ട ഒരവസ്ഥയുണ്ടാകണം. ആ ഒരു അവസ്ഥയിലൂടെയാണ് ശരിക്ക് കുടുംബത്തിന് മാറ്റമുണ്ടാകേണ്ടത് എന്നാണ് ഇസ്ലാമികമായി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം ഒരു മരം അല്ലെങ്കിൽ ഒരു ചെടി അത് തളരാതിരിക്കാൻ, അത് വാടാതിരിക്കാൻ അതിനെ നമ്മൾ പരിചരിക്കും. അതിന് കാര്യമായി കൊടുക്കേണ്ടത് വെള്ളമാണ്. വെള്ളം കിട്ടിയാൽ അത് തെളിയും. അതേപോലെ അത് വെള്ളം ഒഴിക്കേണ്ടത് അതിൻ്റെ വേരിലാണ്. ഒരു ചെടിയെ നമ്മൾ നനയ്ക്കുകയാണെങ്കിൽ ചെടിയുടെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വേരിൽ ഒഴിച്ചാൽ തന്നെ ആ ചെടി അതിനാവശ്യമായ വെള്ളമൊക്കെ വലിച്ചെടുക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട മതബോധവും ധർമ്മനിഷ്ഠയും ദീനീയായ അറിവും. അത് കുടുംബത്തിലുണ്ടായാൽ മതി. കുടുംബത്തിലുണ്ടായാൽ കുടുംബത്തിൽ നിന്ന് ആ മക്കൾക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും. അത് വലിച്ചെടുത്തുകൊണ്ട് ഈ മതബോധം അവരുടെ ജീവിതത്തിൽ തൻ്റെ മാതാപിതാക്കളിലൂടെ അവർ കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും അവർക്ക് കിട്ടുന്ന ഈ ധർമ്മനിഷ്ഠ ജീവിതത്തിൽ പകർത്താനും പാലിക്കാനും അവർക്ക് കഴിയും.
ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കുടുംബത്തിലെ അംഗങ്ങൾ, ഉപ്പയും ഉമ്മയും, സഹോദരനും സഹോദരിയും, മക്കളും മറ്റു ആളുകളുമെല്ലാം തന്നെ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം അടുത്തറിയുകയും പരസ്പരം ഒന്നായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു നല്ല അവസ്ഥയെയാണ് സ്വർഗീയം എന്ന് നമ്മൾ പറയുന്നത്. മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. കുടുംബമാണെങ്കിൽ സ്വാഭാവികമായും അവിടെ ഉപ്പയും ഉമ്മയും ഉണ്ടാകും. ഉപ്പക്ക് ഉമ്മക്ക് മുതിർന്നവർക്ക് അവർ നൽകേണ്ട പരിചരണവും പരിരക്ഷയും ഒക്കെ നൽകേണ്ടത് മക്കളുടെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ വയസ്സിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് ഖുർആനിൽ. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലതുഹു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹാ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ ഹത്താ ഇദാ ബലഗ 40 സന ഖാല റബ്ബി ഔസിഅനി أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. ഖുർആനിലെ ഈ പ്രാർത്ഥന ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി നമ്മൾ ഓർക്കുക. മനുഷ്യനോട് അല്ലാഹു ഉപദേശിക്കുന്നത് മാതാപിതാക്കളോട് സുഹൃതം ചെയ്യണമെന്നാണ്. അവൻ്റെ ഉമ്മ പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ച് അവനെ ഗർഭം ധരിക്കുന്നു. അവൻ്റെ ഗർഭകാലവും മുലകുടികാലവും 30 മാസമാണ്. 30 ശഹ്റ. അങ്ങനെ ഈ മനുഷ്യൻ വളർന്ന് അവന് 40 വയസ്സെത്തിയാൽ അവൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഖുർആൻ പറയുന്നത്. 40 വയസ്സ് എന്ന് പറഞ്ഞാൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, യുവത്വത്തിൻ്റെ ആ പൂർത്തീകരണ കാലമാണിത്. 40 വയസ്സായ ഒരാൾക്ക് സ്വന്തം ഭാര്യ ഉണ്ടാകും, മക്കളുണ്ടാകും, അവൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടാകും, ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടാകും. പക്ഷേ ആ ഉപ്പയും ഉമ്മയും ജീവിതത്തിൻ്റെ യാത്രയിൽ തളർന്ന ഒരവസ്ഥയിലായിരിക്കും. ആ സന്ദർഭത്തിൽ അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എനിക്ക് നീ പ്രചോദനം നൽകണേ റബ്ബേ എന്നാ പ്രാർത്ഥിക്കുന്നത്. വസ്ലിഹ് ലി ഫീ ദുരിയത്തി, എൻ്റെ സന്താനങ്ങളിൽ എൻ്റെ കുടുംബത്തിൽ എനിക്ക് നീ നന്മ വരുത്തേണമേ. ഇന്നി തുബ്തു ഇലൈക്, ഞാൻ നിന്നിലേക്ക് ഇതാ അനുദപിച്ചു മടങ്ങിയിരിക്കുന്നു. വഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ എൻ്റെ ജീവിതത്തെ നിനക്ക് സമർപ്പിച്ചവനാണ് റബ്ബേ എന്നുള്ള ഈ പ്രാർത്ഥന ഇതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ശുക്ർ ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിത മാതൃകയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അത് നമ്മൾ നിർവഹിച്ചാൽ നമ്മുടെ ദുന്യവിയായി ജീവിതം തന്നെ സ്വർഗീയമാക്കാൻ നമുക്ക് കഴിയുമെന്നാണ്. അങ്ങനെ നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിലെ പ്രവേശിക്കാനും കഴിയണം. ഖുർആൻ അത് നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. ദുനിയാവിൽ സന്തോഷത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. നമ്മൾ ഒരു വിനോദത്തിന് പോവുകയാണെങ്കിൽ കുടുംബസമേതം പോകുന്നു, ഒരു ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ കുടുംബസമേതം പോകുന്നു, ഒരു സൽക്കാരത്തിന് ഒരു കല്യാണത്തിന് പോകുകയാണെങ്കിൽ ഒരുമിച്ചാണ് എല്ലാവരും ക്ഷണിക്കുന്നതും പോകുന്നതും. അങ്ങനെ തന്നെയാണ്. അതിലൊരു സുഖമുണ്ട്. തൻ്റെ കുടുംബത്തോടൊപ്പമുള്ള യാത്ര, കുടുംബത്തോടൊപ്പമുള്ള ജീവിതം, കുടുംബത്തോടൊപ്പം നല്ല കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അതിലൊരു സുഖമുണ്ട്. എന്നാൽ നിങ്ങൾ ഈ ദുനിയാവിൽ ഈ സുഖം അനുഭവിക്കുന്ന പോലെ ഇത് ക്ഷണികമായ ജീവിതമാണ്. കുറച്ചു കാലേ ഉള്ളൂ. ഇവിടെ ജനനമുണ്ടാകും നമ്മുടെ കുടുംബത്തിൽ, അതേപോലെ മരണമുണ്ടാകും. ഇവിടുന്ന് പലരും യാത്ര പിരിഞ്ഞു പോകും. നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു ലോകമുണ്ട്, ആ പരലോകം. അവിടെയും നമുക്ക് സന്തോഷത്തോടുകൂടി ഒരുമിച്ചിരിക്കാൻ കഴിയണം.
ആ ഒരുമിച്ചിരിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ. പരലോകത്തെത്തിയിട്ട് അവിടെ എല്ലാവരും സന്തോഷത്തോടുകൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇവിടെ എത്ര സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നമ്മൾ ഇരിക്കുന്നത് ഈ സദസ്സിൽ. ഇതേപോലെ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗലോകത്തും ഒരുമിച്ചിരിക്കാനുള്ള മഹാസൗഭാഗ്യം അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ ഒരുമിച്ചിരിക്കുന്ന സദസ്സിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നോ, വഅഖ്ബല ബഅ്ളുഹും അലാ ബഅ്ളിൻ യതസാഅലൂൻ. ആ സദസ്സിലിരിക്കുമ്പോൾ അവർ പരസ്പരം അന്യോന്യം കുശലം പറഞ്ഞുകൊണ്ട്, പരസ്പരം ചോദിച്ച് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്യോന്യം അഭിമുഖമായി വന്നിരിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മൾ അന്യോന്യം കുശലം പറഞ്ഞ് അഭിമുഖമായി സ്നേഹാന്വേഷണങ്ങൾ നടത്തിയിരുന്നില്ലേ? അതേപോലെ മാത്രമല്ല, കാലു, അവിടെ വെച്ച് അവർ പറയും, നമുക്കങ്ങനെ പറയാൻ കഴിയണം, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. നമ്മളിവിടെ സ്വർഗത്തിലെത്തിയല്ലേ? കാരണം എന്താണെന്നോ, നമ്മൾ നമ്മുടെ അഹ്ലിൽ, നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിലെത്താൻ കഴിഞ്ഞത്. അപ്പോ ഈ കുടുംബസമേതം നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയണമെങ്കിൽ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ, നമ്മൾ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരായിരുന്നുവല്ലേ. അതിനാലാണ് ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അള്ളാഹു ഒരു വലിയ അനുഗ്രഹമായി ഈ സ്വർഗം നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നു, അവന്റെ സമ്മാനമായി. സ്വർഗം അള്ളാഹുവിന്റെ വിരുന്നാണ്. നുസുലം മിൻ ഗഫൂരിർ റഹീം, അള്ളാഹുവിന്റെ വിരുന്നു സൽക്കാരമാണത്. അത് നമുക്ക് കിട്ടിയത് എന്ത് അള്ളാഹു ശിക്ഷയിൽ നിന്ന് നമ്മുടെ രോമകൂപങ്ങളിലൂടെ തുളച്ചു കളയുന്ന, രോമകൂപങ്ങൾ തുളച്ച് കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന അള്ളാഹുവിന്റെ നരകശിക്ഷയിൽ നിന്ന് അവൻ നമ്മെ കാത്തുരക്ഷിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയും. ഇന്നാ കുന്നാ ഖബ്ലു നദ്ഉഹു. എന്തുകൊണ്ടാണ് ഈ സ്വർഗം നമുക്ക് കിട്ടിയത്? ദുനിയാവിൽ വെച്ച് നമ്മൾ അവനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു, അവനോട് ദുആ ഇരക്കുന്നവരായിരുന്നു, അവനെ മാത്രം വിളിച്ചു തേടുന്നവരായിരുന്നു. നമ്മുടെ നേർച്ചകളും വഴിപാടുകളും ഈ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കുന്നവരായിരുന്നു നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതെന്നാണ്. അപ്പൊ സ്വർഗത്തിലേക്ക് നമ്മൾ എത്താനുള്ള വഴി എന്തൊക്കെയാണെന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വേദപുസ്തകമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ആ വേദപുസ്തകത്തിന്റെ പാഠങ്ങളിലൂടെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന അവിടുത്തെ ജീവിത മാതൃകയിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ സ്വർഗത്തിന്റെ കവാടത്തിലും എത്തിച്ചേരേണ്ടത്. അത് നമ്മുടെ കുടുംബ ജീവിതമാകുന്ന സ്വർഗത്തിലൂടെ തന്നെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് കാണിച്ചു തന്ന ഈ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ഈ ജീവിത സഞ്ചാരം സ്വർഗത്തിലേക്കുള്ള സഞ്ചാരമായി മാറണം. ഇവിടെയും നമുക്ക് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും കുടുംബ ജീവിതത്തിലൂടെ, മക്കളിലൂടെ, നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിലൂടെ, മുതിർന്നവരെ അംഗീകരിക്കുന്നവരിലൂടെ, ചെറിയവർക്ക് ദയയും സ്നേഹവും അനുകമ്പയും ചൊരിഞ്ഞു കൊടുക്കുന്നതിലൂടെ, അയൽപ്പക്ക ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നതിലൂടെ, മനുഷ്യബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിലൂടെ, ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും നന്മ നിറഞ്ഞൊരു ജീവിതം സമർപ്പിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇന്നഹു ഹുവർ റബ്ബുർ റഹീം ഹുവൽ ബർറുർ റഹീം. നിശ്ചയമായും ഈ അല്ലാഹു അളവറ്റ ദയാപരനാണ്, പരമദയാലുവാണ്, പരമകാരുണികനാണ്. ഈ അല്ലാഹുവിന്റെ രക്ഷയാണ് നമുക്കുണ്ടാകേണ്ടത്. ഞാൻ ചുരുക്കുന്നു. അതുകൊണ്ട് കുടുംബം സ്വർഗ കവാടം എന്ന ഈ പ്രമേയത്തിൽ ഈ സന്ദേശം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക, അവിടെ സമാധാനവും ശാന്തിയും കളിയാടുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ഖുർആനിക അധ്യാപനങ്ങളും പ്രവാചക മാതൃകകളും നമ്മൾ പിന്തുടരുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒത്തുചേരൽ നമ്മിൽ നിന്ന് സ്വാലിഹായ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ.
അനുഗ്രഹീതമായ ഈ സായാഹ്നത്തിൽ ഈ മുറ്റത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയ പോലെ അള്ളാഹു നമുക്കൊരുക്കി വെച്ചിട്ടുള്ള അനശ്വര സുഖാനന്ദത്തിൻ്റെ പരിശുദ്ധഗേഹമായ സമാധാനത്തിൻ്റെ ഇടമായ ദാറുസ്സലാമിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യവും അവൻ നമുക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.